അയ്യോ ചെയ്യില്ല. കളിക്കില്ല കളിക്കില്ല അടിക്കില്ല അടിക്കില്ല പ്ലീസ്. അയ്യോ അടിക്കില്ല കളിക്കില്ല കളിക്കില്ല വേണ്ട അയ്യോ അയ്യോ. പറഞ്ഞാലും നിന്റെ തല കറുത്തില്ല കഴുത് നിന്റെ ഇനി ഇവനെ തൊട്ടുപോകും അച്ഛാ അവൻ കൂടെ പുറത്താണ് പോലും. എന്നിട്ടാണ് ഈ രാക്ഷസി പോലെ ഇവന്റെ അടുത്ത് പെരുമാറുന്നത്. ഒന്നും പറയണ്ട. ബുദ്ധിയില്ലാത്ത ഇതും വരുത്തി വയ്ക്കുന്ന നാണക്കേട് ഞാൻ സഹിച്ചോളാം. ബുദ്ധിയുള്ള നീ നാണക്കേടൊന്നും വരുത്താതിരുന്നാ മതി. ഒരു ശരാശരി മനുഷ്യനെ പോലെ ഇവനെ ആക്കിയെടുക്കാൻ ഇനി ചെയ്യാത്ത മരുന്നും മന്ത്രവുമില്ല. ജനിച്ചു പോയ കുറ്റം കൊണ്ട് ജീവിക്കല്ലേ നിവൃത്തിയുള്ളൂ. മരിക്കുന്നോ വരെയെങ്കിലും ഇവനെ ഇവന്റെ വഴിക്ക് വിട്ടേര്. അവൻ മരുന്ന് കഴിച്ചിട്ടാണോ മോളെ ഉറങ്ങിയത്? അതെ. മോള് വിഷമിക്കാതെ. ഒരു ദേഷ്യത്തിന് അച്ഛൻ ശകാരിച്ചല്ലേ ഉള്ളൂ. അച്ഛൻ ശകാരിച്ചെന്ന് എനിക്ക് ദുഃഖമില്ല അമ്മായി. ഇവനോടുള്ള സ്നേഹക്കൂടുതൽ മാത്രമായിരുന്നു അടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് അച്ഛൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കരയാതെ കിടക്കാൻ നോക്ക. നോക്കിയത് ഒരു സംശയം നോക്കട്ടെ. താങ്ക് യു വെരി മച്ച്. രവി രവിക്കല്ലേ അവൻ ലെറ്റർ കൊടുത്തത്? ഞാൻ അവനൊരു വേല വെച്ചിട്ടുണ്ട്. എന്താ ചായയിലിട്ടതും കൊണ്ട് കൊടുത്തരട്ടോ. അവന്റെ ഒരു പ്രേമലേഖനം. ഒരു ചായ. Sin theta by 1 minus cos theta equal to 1 plus cos theta by sin theta. Theta is not equal to 0. Who will solve the problem? Come on. Listen. Silence. Shut up. എങ്ങനെ തിരിക്കാതിരിക്കുമല്ലേ? എന്തായാലും ആ പാവത്താനെ നീ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഇത് എനിക്ക് അവനെ ഇഷ്ടമാവും. നല്ലവനാ. ഞാൻ പറഞ്ഞൊരു രസത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഹായ് ഹേമ. ഹായ്. ഹേമയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു ദിവസം കുറയായി. എന്താ രവി? ഇടയ്ക്കിടയ്ക്ക് ഹേമ ക്ലാസ് കട്ടിനെന്താ? ഇന്ന് പോലും ഫിസിക്സ് പീരീഡ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുസൃതിക്കളി അല്ലാതെ പഠിക്കാൻ മെനക്കെടാറേ ഇല്ല. ഏയ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിന്റെ ദേഷ്യമല്ലേ ഇതൊക്കെ? ആ പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചതല്ല എന്റെ പുറത്തായത് നന്നായി. എനിക്ക് ഒരു വിരോധമില്ല.
രവി, ഇത്തരം ജീവിതമൊക്കെ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ നടത്തുക? ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ പരീക്ഷ അടുത്ത് വരികയാണ്. ഹേം ഒരു ഗുഡ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി, ഇനി മേലെ ഞാൻ ക്ലാസ് കട്ട് ചെയ്യുന്നില്ല. പോരെ? പറ്റേ. എന്ത് പറയാനാ നീ വിളിച്ച? പറയണേ. ഹേമേ, നമ്മുടെ രവിക്ക് നിന്റെ മേലൊരു കണ്ണുണ്ടെന്നാ തോന്നുന്നു. രവിയോ? അയ്യോ, അതൊരു പാവത്താനാ. ഒന്ന് ശരിക്കും നോക്കാൻ കൂടി ഭയപ്പെടുന്ന സൈസ. മിണ്ടാപ്പൂച്ചയാടി കലമടക്കിയ. ആ, മിണ്ടാപ്പൂച്ച കലമൊക്കെ ഉടയ്ക്കും. പക്ഷെ ഈ കല അങ്ങനൊന്നും കിട്ടൂല എന്നൊക്കെ പറയാം. അവസാനം തല കുത്തി പൊത്തോന്ന് വീഴും. പ്രേമത്തിന് അങ്ങനൊരു സൂക്കേടുണ്ട്. നീ അത് നോക്കിയിരുന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറെ കാലമായല്ലോ നമ്മുടെ പ്രേം ദേവിയോട് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. ഭക്തന് ദർശനം നൽകാൻ അർഹനാണോ എന്ന് ദേവിക്ക് തോന്നണ്ടേ? എന്ത് പറയുന്നു? പക്ഷേ ഇപ്പോഴും ദേവിയോട് സ്ഥിര പ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലേ? 1000 ദേവിമാരെ പൂജിക്കുന്നവനാ പ്രേമൻ. അതിലൊന്നാവാൻ ഈ ദേവിയെ കിട്ടില്ല. കിട്ടില്ല, കിട്ടില്ല. ആ, അത് നോക്ക്. ചേച്ചി വന്നു. ആയി ചേച്ചി. പൂ. ചേച്ചിക്ക് പൂ. ചേച്ചിക്ക് പൂ. എടാ, തോട്ടത്തിൽ നിന്ന് പൂ പറിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, പിന്നെ എന്തിനാണ് പറിച്ചത്? ചേച്ചിയുടെ തലേ ചൂടാനാ. ഇങ്ങതാ സുരേഷ്, ഈ ചേച്ചി തലേ ചൂടിക്കോളാം. നല്ല പൂവാ. പൂ. നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെയാ. പാവം, എത്ര മോഹിച്ചാ പറിച്ചോണ്ട് തന്നത്. നീ പോയി കളിച്ചു നോക്ക് ശ്രീദേവി. അവൻ വലുതായെങ്കിലും ഇന്നും അവനൊരു കൊച്ചു കുട്ടിയുടെ മനസ്സേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്ന് അവൻ മനസ്സിലാക്കണം ശ്രീദേവി. അതിന് ഞാൻ അവനെ ചീത്ത വിളിച്ചു. അമ്മായി, അമ്മായി, അമ്മായി. അതെ, അമ്മായി ശ്രീദേവി. അല്ല, ശ്രീദേവിയോ? കുറെ കാലം അയലോ കുട്ടി കണ്ടിട്ട്. വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മായി, സമയം കിട്ടാഞ്ഞിട്ടാണ്. അയ്യേ, നീ കള്ളം പറയാല്ലേ? അമ്മായി, ഇന്നലെ ഞാനവിടെ പിടിച്ചു വെച്ചോണ്ട് വന്നതാ. പോടി അവിടുന്ന്. നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, എനിക്കിവിടെ വരെ. നിങ്ങൾ ഒന്നി വഴക്കൂടണ്ട. മോളിരിക്കും, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. അച്ഛനെ ശ്രീദേവി. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അച്ഛനും സുന്ദരല്ലേ? അതെ. അന്നൊരു ദിവസം കണ്ടിരുന്നു. ഒരു ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ആയോ? ഇല്ല, അടുത്തു തന്നെ ഉണ്ടാകുമെന്നാ അച്ഛൻ പറഞ്ഞത്. ഇരിക്കും മോളെ, കാപ്പി കൊടുത്തിട്ട് പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ. കണ്ടു വെച്ചേ. ഇതാ വിടാ, വിടാ. പോയോ?